അഡ്രിനോക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറയുന്ന പോലെ വെഹിക്കിൾ കൺട്രോൾസിലേക്ക് പോകുന്ന സമയത്ത് സർവീസ് മോഡ് എനേബിൾഡ് എന്ന് നിങ്ങൾക്ക് ഒരു അലേർട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വെഹിക്കിളിലേക്ക് വരിക. വെഹിക്കിളിലേക്ക് വന്നതിന് ശേഷം ഇഗ്നിഷൻ ഓൺ ചെയ്യുക. ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ട് ഇൻഫോർടൈൻമെൻറ്റ് സെറ്റിങ്സിൽ പോവുക. ഇൻഫോർടൈൻമെൻറ്റ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെഹിക്കിൾ സെറ്റിങ്സ് കാണും. വെഹിക്കിൾ സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് സർവീസ് മോഡ് എനേബിളും ഡിസേബിൾ ചെയ്യുവാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അത് എനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്യുക. ഓൾറെഡി ഡിസേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കീ ഓഫ് ചെയ്തതിന് ശേഷം തിരിച്ച് വീണ്ടും ഓൺ ചെയ്യുക. തിരിച്ച് വന്നിട്ട് ഒന്നുകൂടെ ഡിസേബിൾ ചെയ്യുക. ഡിസേബിൾ ചെയ്തതിന് ശേഷം കീ ഓഫ് ചെയ്യുക. കീ ഓഫ് ചെയ്ത് വെഹിക്കിൾ ഒന്നങ്ങ് ലോക്ക് ചെയ്തേക്കുക. വെഹിക്കിൾ ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വെഹിക്കിൾ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയതിനു ശേഷം ഈ എനേബിൾ ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ, ആ ഒരു ഇത് ഡിസേബിൾ ചെയ്യും. ഡിസേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെഹിക്കിൾ ലോക്ക് കണ്ടീഷൻ നമ്മൾ വീണ്ടും അഡ്രിനോക്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കൺട്രോൾസ് വർക്കാകുന്നുണ്ട്. സോ കീ വെഹിക്കിളിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ലോക്ക്, അൺലോക്ക്, അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സുകൾ വർക്കാകാൻ സാധ്യത കുറവാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കീ വെഹിക്കിളിനുള്ളിൽ വെച്ച് തന്നെ റിമോട്ട് സ്റ്റാർട്ടിങ് കമാൻഡ് ഫെയിൽഡ്, കീ ഫോബ് ഡിറ്റക്റ്റഡ് ഇൻസൈഡ് ദ വെഹിക്കിൾ എന്ന് കാണിക്കുന്നുണ്ട്. കീ വെഹിക്കിളിനുള്ളിൽ ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ റിമോട്ട് സ്റ്റാർട്ടിങ് വർക്കാകത്തുള്ളൂ. അതുപോലെ തന്നെ ലോക്ക്, അൺലോക്കും, ബാക്കി ഫീച്ചേഴ്സ് ഇവൻ ഇഫ് കീ വെഹിക്കിൾസിനുള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിലും വർക്കാകും. ലെറ്റ്സ് ട്രൈ ഹോൺ വർക്കാകുമോ എന്നുള്ളത് നോക്കാം. ഹോൺ വർക്കായി, കമാൻഡ് സക്സസ്ഫുൾ. അതുപോലെ തന്നെ ബാക്കിയുള്ള കമാൻഡുകൾ വർക്കാകും. സൺറൂഫ് വർക്കാകുമോ എന്നുള്ളത് നോക്കാം. ഓപ്പൺ സൺറൂഫ്. യെസ്, സൺറൂഫ് വർക്കാകുന്നുണ്ട്.